കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ സുധീഷിന്റെയും നിധിയുടെയും ആ ഒരു കല്യാണ റിസപ്ഷനൊക്കെ വളരെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഹരീഷ് വന്നിട്ട് അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ആ ഒരു ചടങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ സുധീഷും നിധിയും ഒരുമിച്ച് തന്നെ ആയിരിക്കട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അവർക്ക് ഓരോ വിഭവങ്ങളായി വിളമ്പിക്കൊടുക്കുന്നുണ്ട്. നിധി ശരിക്കും കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വയറ് നിറച്ച് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തന്നെ. കാരണം ആ ഒരു സദ്യ, അന്നത്തെ ആ ഒരു സദ്യയിൽ അത്രത്തോളം വിഭവങ്ങൾ, വെറൈറ്റി വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവളത് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുന്ന നികേഷിനും ഹരീഷിനൊക്കെ വളരെയധികം സന്തോഷമാവും. നിതീഷിനും വലിയ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ നിധിക്കും സുഭാഷിനും മാത്രമാണ് മുഖത്ത് ഒരു തരി പോലും സന്തോഷമില്ലാത്തത്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിധി തിരിച്ച് റൂമിലേക്ക് പോയിരുന്നു. ആ സമയത്താണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. എടോ നിധി, തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവൻ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. അത്രയ്ക്കും നന്ദിയുണ്ട് എനിക്ക്. എൻ്റെ കുടുംബത്തിൻ്റെ മാനം കാക്കാൻ നീ വന്നല്ലോ. എൻ്റെ വീട്ടുകാരുടെ ആ വിഷമം കണ്ടറിഞ്ഞ് നീ അങ്ങോട്ടേക്ക് വന്നല്ലോടോ. എനിക്ക് വലിയ സന്തോഷമായി. നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ നാട്ടുകാർ മൊത്തം ഞങ്ങളെ നോക്കി കളിയാക്കി ചിരിച്ചേനെ. ഞങ്ങളാകെ നാണം കെട്ടു പോയേനെ. പക്ഷേ നീ എല്ലാം അങ്ങ് മാറ്റിയെടുത്തല്ലോ. നീ എനിക്ക് ചെയ്തു തന്ന ഈ ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എനിക്ക് എന്തു പറയണമെന്നറിയില്ല നിധി. അത്രമാത്രം കടപ്പാടുണ്ട് എനിക്ക് നിന്നോട്. ഞാൻ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നീ എനിക്ക് തന്ന വലിയൊരു മറുപടി തന്നെയായിരുന്നു ഇത് എന്നൊക്കെ പറയട്ടെ സുധീഷ് വല്ലാതെ ഇമോഷണൽ ആയിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ നിധി ഇതൊന്നും തന്നെ കേട്ട ഭാവം നടിക്കാതെ മറുപടി ഒന്നും തന്നെ പറയാതെ അവിടെ തന്നെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇവളിതെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഇത്രമാത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? സുധീഷിൻ്റെ ഉള്ളിൽ സുധീഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷ് ചോദിച്ചു, എന്താ നിധി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അന്നേരം നിധി ഒരൊറ്റ ചോദ്യം അങ്ങ് ചോദിക്കാണ്, നമ്മൾ രണ്ടുപേരും ഇനി എപ്പോഴാ ഹോസ്റ്റൽ നോക്കാൻ പോകുന്നത്? എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ സുധീഷിൻ്റെ ഉള്ളിലിരിപ്പങ്ങ് മാറി. ഇവൾക്കിപ്പോഴും ആ ഹോസ്റ്റൽ ബുദ്ധി പോയല്ലേ എന്ന് അവൻ ആലോചിച്ചു. എന്താ സുധീഷ് ഒന്നും പറയാത്തത്? എപ്പോഴാ നമ്മൾ പോകുന്നത് എന്ന് അവൾ വീണ്ടും ചോദിച്ചു. നമുക്ക് നാളെ രാവിലെ തന്നെ പോവാമെന്ന് അവൻ മറുപടി പറഞ്ഞു. നാളെ രാവിലെ തന്നെ പോവണം, കാരണം ഇന്ന് രാത്രി മാത്രമേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നും നിധി കടുപ്പിച്ച് പറഞ്ഞിരുന്നു. ശരി, നമുക്ക് നാളെ രാവിലെ തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ സുധീഷ് അതിന് സമ്മതിച്ചു. അതിനുശേഷം സുധീഷ് നേരെ അച്ഛൻ ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഭാസ്കരനാണെങ്കിൽ പുകയൊക്കെ വലിച്ചുകൊണ്ട് തന്നെ ആകെ മൂഡൌട്ടായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് അച്ഛനോട് നന്ദി പറയാൻ വരുന്നത്. അച്ഛൻ ആ റിസപ്ഷൻ സമയത്ത് ഇങ്ങനൊരു ട്വിസ്റ്റ് ഇടുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വലിയ നന്ദിയുണ്ട് അച്ഛാ. അച്ഛന് എവിടുന്ന് ആ താലിമാല കിട്ടിയത്? ഇതെനിക്ക് തരാൻ വേണ്ടി അച്ഛൻ നേരത്തെ തന്നെ ഗിഫ്റ്റായിട്ട് വാങ്ങി വെച്ചതായിരുന്നോ? അവൻ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭാസ്കരനൊന്ന് പുച്ഛിച്ചു. എടാ, പൈസ കിട്ടുമ്പോഴേക്കും കുടിച്ചു തീർന്ന് എൻ്റെ കയ്യിൽ എവിടുന്നാടാ സ്വർണം വാങ്ങാനൊക്കെ പണം? അച്ഛൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ സുധീഷിനാകെ കൺഫ്യൂഷനായി. അച്ഛാ, സത്യം പറ, ഇത് അച്ഛൻ വല്ലയിടത്തു നിന്നും മോഷ്ടിച്ചതാണോ? ഇതിൻ്റെ പേരിൽ ഇനി വല്ല പോലീസ് കേസും ഇങ്ങോട്ടേക്ക് വരുമോ? അവൻ പേടിയോടുകൂടിയാണ് അത് ചോദിച്ചത്. അന്നേരം ഭാസ്കരൻ പറഞ്ഞു, ഇതിൻ്റെ പേരിൽ ഒരു പോലീസുകാരും നിന്നെ അന്വേഷിച്ചൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല. നീ പേടിക്കണ്ടടാ. ഇത് ഏത് സ്വർണ്ണമാലയാണെന്ന് നിനക്കറിയാമോ? അത് നിന്റെ അമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന താലിമാലയാണ്. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ സുധീഷിന് ഒരുപാടധികം സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് തന്നെ അവനൊന്ന് ആലോചിച്ചു. അച്ഛൻ എന്താ ഈ പറയുന്നത്? അമ്മയുടെ താലിമാലയോ? അയ്യോ അച്ഛാ, അതൊരു ഐശ്വര്യമില്ലാത്ത മാലയല്ലേ, രാശിയില്ലാത്ത മാലയല്ലേ? അതാണല്ലോ ഈശ്വര ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തത്. അവളും ഇനി അമ്മയെപ്പോലെ തന്നെ ആവുമോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സുധീഷ്. അന്നേരം ഭാസ്കരൻ ഒരു തത്വം പറയാണ്. എടാ, താലിക്കൊരു കുഴപ്പവുമില്ല. ഓരോരുത്തരുടെ ജീവിതം എങ്ങനെയാവണമെന്ന് ദൈവം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നടക്കും. സുധീഷ് അതൊക്കെ കേട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് സുഭാഷിനെ കാണുന്നത്. ഏട്ടനെ കണ്ട സമയത്തിന് സുധീഷ് ഒന്ന് പമ്മി. ഏട്ടൻ ഇപ്പോൾ എന്നെ നല്ലോണം വഴക്ക് പറയും. വേഗം ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് പോലെ അഭിനയിച്ച് അവിടെ നിന്ന് മുങ്ങാമെന്നൊക്കെ കരുതി അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ഹലോ, ഓക്കെ, അതെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷിന്റെ മുന്നിലൂടെ കൂടെ തന്നെ പെട്ടെന്ന് സുധീഷ് അങ്ങ് പാഞ്ഞു പോവാണ്. സുഭാഷിന് കാര്യമെല്ലാം മനസ്സിലായി. അവൻ തന്നെ കണ്ട് എസ്കേപ്പ് ആവാൻ നോക്കുകയാണെന്ന്. സുധീഷ് ഫോൺ നിലത്ത് വെക്കുന്നതും കാത്ത് സുഭാഷ് അവിടെ തന്നെ നിന്നു. സുധീഷ് തിരിച്ചു വരുമ്പോഴേക്കും സുഭാഷ് അവനെ കയ്യോടെ തന്നെ പിടികൂടി. നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞു കൊടുത്തന്നെ സുധീഷിനെ നേരെ വിളിച്ച് വലിച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വാതിലങ്ങടച്ചതിന് ശേഷം മുഖത്ത് ആഞ്ഞൊരൊറ്റടിയങ്ങ് വെച്ചു കൊടുത്തു. എടോ നാണമില്ലാത്തവനെ, നീ എന്നോട് പച്ചക്കള്ളം പറയുമായിരുന്നില്ലേ ഇത്ര കാലം? സുഭാഷ് അവൻ്റെ നേരെ നോക്കിക്കൊണ്ട് ഗർദിച്ചു. നീ എന്താടാ പറഞ്ഞത്? അവൾ നിന്റെ കാല് പിടിച്ച് കരഞ്ഞു എന്നല്ലേ? നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിന്റെ കാല് പിടിച്ച് കരഞ്ഞു എന്നൊക്കെയല്ലേ നീ എല്ലാവരോടും പറഞ്ഞത്? എന്തിനാണ് നീ ഇങ്ങനെ കള്ളം പറഞ്ഞത്? നിനക്ക് സത്യം ഞങ്ങളോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ ഇത്രയും വലിയ ആഘോഷങ്ങളൊന്നും ഞങ്ങൾ നടത്തില്ലായിരുന്നല്ലോ. സുഭാഷ് ചോദിച്ചു. ഏട്ടാ, അത് പിന്നെ ഞാൻ എന്ന് അവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് തടഞ്ഞു. വേണ്ടടാ, നീ ഇനി ഒന്നും മിണ്ടടാ. ആ പെൺകുട്ടി എന്തൊരു നല്ല കുട്ടിയാണ്, പാവം പെണ്ണ.
അതുകൊണ്ടാണ് ഈ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ സ്റ്റേജിലേക്ക് കയറി വന്നത്. അപ്പോഴും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്ന് പറയാണ് സുഭാഷ്. പക്ഷേ സുധീഷ് വിട്ടുകൊടുക്കുന്നില്ല. സുധീഷ് പറയുന്നുണ്ട്, അവൾ അങ്ങനെ വീട് വിട്ടു പോകാനൊന്നും പോകുന്നില്ലേട്ടാ. അവൾ എൻ്റെ ഭാര്യയായിട്ട് എന്നും ഈ വീട്ടിൽ തന്നെ കഴിയുമെന്ന് പറയാണ് സുധീഷ്. എങ്ങനെയാടാ അവൾക്ക് നിന്നെ ഇഷ്ടമില്ലല്ലോ? അവളുടെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്തു. എന്നിട്ടും നീ എന്തുറപ്പിലാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യം പറയടാ, അവള് ആദ്യ വിവാഹം നീ മനഃപൂർവ്വം മുറുക്കിയതല്ലേ എന്ന് സുഭാഷ് ചോദിക്കാണ്. അവൾ ഒരിക്കലും ഈ വീട് വിട്ട് പോകില്ല എന്ന് സുധീഷ് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് സുധീഷ് വീണ്ടും നിധിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ തനിക്ക് ഹോസ്റ്റലിലേക്ക് പോകണമെന്നും ഹോസ്റ്റലിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ തനിക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നൊക്കെ പറയും. എടോ, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാര്യം ഹോസ്റ്റൽ നോക്കലാണ്. എനിക്ക് അങ്ങോട്ടേക്ക് മാറിയേ വേണം. നിധി ഉറപ്പിച്ചു പറഞ്ഞു. ശരി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സുധീഷ് സമ്മതിച്ചു. അങ്ങനെ സുധീഷും നിധിയും കൂടി രാവിലെ തന്നെ എഴുന്നേറ്റ് ഹോസ്റ്റൽ അന്വേഷിച്ചു പോവാണ്. പക്ഷേ എവിടെയും ഹോസ്റ്റലൊന്നും കിട്ടിയില്ല. ഹോസ്റ്റൽ അന്വേഷിച്ച് നിധിയും സുഭാഷും പോയ സമയത്ത് തന്നെ ഹോസ്റ്റലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പോലും നിധിയുടെ കയ്യിൽ അവളുടെ ID പ്രൂഫ് ഒന്നും തന്നെ ഇല്ല. ആധാർ കാർഡോ ID പ്രൂഫോ വോട്ടർ ID ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ, അങ്ങനെ തിരിച്ചറിയൽ രേഖകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഹോസ്റ്റലിലും അഡ്മിഷൻ കിട്ടുന്നില്ല. തിരിച്ച് സുധീഷ് വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. മറ്റു വഴിയില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും നിധി സുധീഷിന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നത്. നിധി, തനിക്ക് ഏതായാലും ഇനി ഹോസ്റ്റലൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം തൻ്റെ കയ്യിൽ ആധാർ കാർഡൊന്നും ഇല്ലല്ലോ. അന്നേരം നിധി പറയുന്നുണ്ട്, സുധീഷ് അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ ഏട്ടത്തി വിളിച്ചിട്ടുണ്ട്. എൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ എങ്കിലും അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടത്തി അത് ചെയ്തു തന്നോളുമെന്ന് പറയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ ഉള്ളൊന്ന് പേടിച്ചു. ഈശ്വര, ഇവൾ വേറെ വഴി കണ്ടുപിടിച്ചല്ലോ. ഇനിയിപ്പോൾ ഇവൾ ഇവിടെ നിന്ന് പോകുമോ എന്നൊക്കെ അവൻ ചിന്തിച്ചു. അങ്ങനെ നിധി സാന്ദ്രയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഏട്ടത്തി, എൻ്റെ ആധാർ കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ എൻ്റെ മുറിയിലുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ അയച്ച് വാട്സപ്പിലൂടെ അയച്ചു തരണമെന്നൊക്കെ പറയും. അന്നേരം സാന്ദ്ര അതിന് സമ്മതിച്ചു. സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാമെന്ന് സാന്ദ്ര സമ്മതിച്ചുവെങ്കിലും വീട്ടിൽ അരുണും രാജീവനും ചേർന്ന് കൊടുത്തിട്ട് നിധിയുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും രേഖകളും നേരത്തെ തന്നെ അവിടെ നിന്നും മാറ്റിയിരുന്നു. സാന്ദ്ര നോക്കുമ്പോൾ അതൊന്നും തന്നെ കിട്ടിയില്ല. ആ ഒരു കാരണം കൊണ്ട് നിധിക്ക് സുധീഷിൻ്റെ വീട്ടിൽ തന്നെ തുടരേണ്ടി വന്നു. പിന്നീട് സുനന്ദ സുധീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. റിസപ്ഷൻ്റെ സമയത്ത് സുനന്ദയും സുഭാഷും തമ്മിലുള്ള ആ ഒരു അടുപ്പം നിധി ശ്രദ്ധിച്ചിരുന്നു. സുഭാഷിന് പക്ഷേ അങ്ങനെയൊന്നുമില്ലെന്ന് നിധിക്കറിയാം. അപ്പോൾ നിധി സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, താൻ കല്യാണം കഴിക്കാൻ ഇത്ര താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ, തൻ്റെ ഏട്ടൻ്റെ വിവാഹം നടത്താൻ നിങ്ങൾ ആരും എന്താ മുൻകൈയെടുക്കാത്തത്? എൻ്റെ നിധി, ഏട്ടൻ്റെ കല്യാണം നടത്താൻ ഞങ്ങൾ പല വഴിക്ക് നോക്കി. സത്യം പറഞ്ഞാൽ ആരും ഏട്ടനെ കല്യാണം കഴിക്കാൻ വരുന്നില്ല. ഞാൻ നുണ പറഞ്ഞു പോലും കല്യാണം നടത്താൻ നോക്കി. എന്നിട്ടും അത് നടന്നില്ല. സുധീഷ് പറഞ്ഞു. പക്ഷേ അങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളുടെ ഏട്ടൻ നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ ഏട്ടനെ പോലെ തന്നെ നല്ലൊരാളാണ്. നിധി പറഞ്ഞു. അരുണിനെയും സുഭാഷിനെയും ഒരുപോലെ താരതമ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ സുധീഷിന് എതിർപ്പുണ്ട്. പക്ഷേ നിധി പറയുന്നത് എൻ്റെ ഏട്ടനും അച്ഛനുമൊക്കെ നല്ലവരാണ്. എന്തായാലും സുഭാഷ് ഏട്ടന് നല്ലൊരു ബന്ധം വരുമ്പോൾ വിവാഹം നടത്തി കൊടുക്കണമെന്ന് തന്നെ അവൾ പറഞ്ഞു. എന്നിട്ട് സുനന്ദയുടെ കാര്യം തന്നെ നിധി ആലോചിച്ചിരിക്കുന്നുണ്ട്. സുനന്ദയാണെങ്കിൽ സുഭാഷ് ഏട്ടന് അനുയോജ്യമായിരുന്നു എന്ന് അവൾ കരുതുന്നു. പിന്നീടാണെങ്കിൽ സുഭാഷിന്റെ വല്യച്ഛൻ വീണ്ടും വീട്ടിലേക്ക് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട്. അന്നേരം അച്ഛൻ ഭാസ്കരൻ വലിയച്ഛനെ പിടിച്ചു തള്ളുന്നു. വലിയച്ഛൻ വീണ്ടും തലമുട്ടി അവിടെ നിന്നും ചോര വന്നു. വലിയച്ഛൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തതോടുകൂടി തന്നെ ഭാസ്കരൻ പൊക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെല്ലാം തന്നെ വീട്ടിലേക്ക് വന്നു. ഭാസ്കരൻ അങ്ങനെ കുറ്റം സമ്മതിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്തിന് മക്കൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നിധിക്ക് വല്ലാത്ത വിഷമമായി. അവൾ പോലീസുകാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അച്ഛനെ കൊണ്ടുപോകുന്നത്? അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛനെ കൊണ്ടുപോയിട്ടും നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് എന്നവൾ ചോദിച്ചു. സുധീഷ് പറയുന്നുണ്ട്, അത് പോയ പോലെ തന്നെ ഇങ്ങ് തിരിച്ചു വന്നോളുമെന്ന്. നിധി ആദ്യമായിട്ടാണ് അച്ഛന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഭാസ്കരൻ പോലീസ് ജീപ്പിൽ കയറി പോകുമ്പോൾ നിധിയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത നീറ്റിലായിരുന്നു. സ്വന്തം വീട്ടിൽ അരുണേട്ടനെയും അച്ഛനെയും അവൾ ശ്വാസം മുട്ടിച്ചപ്പോഴും ഈ വീട്ടിലെ ഈ ഒരു പാവം മനുഷ്യൻ അവൾക്ക് നൽകിയ ആ താലിമാലയിൽ ഒരു വലിയ സത്യമുണ്ട്. അവൾ ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നിധി നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. സുധീഷെ, അച്ഛൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. വലിയച്ഛൻ അത്യാവശ്യം സ്വാധീനമുള്ള ആളല്ലേ. അച്ഛനെ ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറയും? നിധിയുടെ ശബ്ദത്തിൽ ആദ്യമായി ആ കുടുംബത്തോടുള്ള ഒരു അടുപ്പം സുധീഷ് കണ്ടു. സുധീഷ് ഒന്ന് പതറി. അതല്ല നിധി, അച്ഛൻ ഇതിനു മുൻപും ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ അച്ഛന് ഒരു പുത്തിരിയല്ല. പക്ഷേ സുഭാഷേട്ടൻ ഇടപെട്ടു. അല്ല സുധീഷെ, നിധി പറയുന്നത് ശരിയാണ്. ഇത്തവണ വലിയച്ഛൻ്റെ തലയ്ക്ക് നല്ല പരിക്കുണ്ട്. അതെന്തായാലും അവർ അതൊരു ആയുധമാക്കിയെടുക്കും. അങ്ങനെ അന്ന് രാത്രി നിധി ഉറങ്ങിയില്ല. അവൾ നേരെ സാന്ദ്രയെ വീണ്ടും വിളിച്ചു. ഏട്ടത്തി, പ്ലീസ് എൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരണം. പക്ഷേ എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. സുഭാഷേട്ടനും സുനന്ദയും തമ്മിൽ പണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പുറത്ത് സാന്ദ്ര കുറച്ചുകൂടി നേരം മൗനമായി നിന്നു. എന്നിട്ട്
രഹസ്യമായി തന്നെ പറഞ്ഞു. നിധി അവർ ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ അരുണും അച്ഛനും ചേർന്നാണ് അത് മുടക്കിയത്. സുനന്ദയുടെ കുടുംബം പാവങ്ങളായതുകൊണ്ട് തന്നെ അവർ ഭീഷണിപ്പെടുത്തി അകറ്റിയതാണ്. ഇതറിഞ്ഞതോടുകൂടി തന്നെ നിധി ഒരു കാര്യം ഉറപ്പിച്ചു. ഈ ഒരു കാര്യം മനസ്സിലാക്കിയതോടുകൂടി തന്നെ നിധി ഒരു കാര്യം ഉറപ്പിച്ചു. ഈ വീട്ടിലെ തകർന്ന ബന്ധങ്ങൾ ഒട്ടിക്കാതെ താൻ ഒരിക്കലും ഇനി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന കാര്യം. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ സുനന്ദയെ ചെന്ന് കണ്ടു. സുനന്ദ ആദ്യം നിധിയോട് സംസാരിക്കാൻ മടിച്ചുവെങ്കിലും നിധിയുടെ നിഷ്കളങ്കമായ പെരുമാറ്റം അവളെ അലിയിച്ചു. സുനന്ദ, സുഭാഷേട്ടൻ ഇപ്പോഴൊന്നും പഴയ ആളല്ല. അദ്ദേഹം നിങ്ങളെ ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ ജാമ്യത്തിലിറക്കാൻ എനിക്കൊരു കൂട്ടുവരാമോ? അങ്ങനെ നിധിയും സുനന്ദയും സുധീഷിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഭാസ്കരൻ അവിടെ ഒരു മൂലയിൽ തളർന്നിരിക്കുകയായിരുന്നു. വലിയച്ഛൻ എസ്ഐയുടെ കൂടെ ഇരുന്ന് ചിരിക്കുകയാണ്. നിധി നേരെ തന്നെ സിഐയുടെ അടുത്തേക്ക് ചെന്നു. സർ, ആ തള്ളലിൽ വലിയച്ഛൻ വീണത് അച്ഛൻ മനഃപൂർവ്വം ചെയ്തതല്ല. അത് തടയാൻ നോക്കിയപ്പോൾ സംഭവിച്ചതാണ്. പിന്നെ വലിയച്ഛൻ അച്ഛൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിധി സാന്ദ്ര വഴി സംഘടിപ്പിച്ച ചില പഴയ പ്രമാണങ്ങളെല്ലാം തന്നെ പുറത്തെടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ടപ്പോൾ വലിയച്ഛൻ പത്തിമടക്കി. പരാതി പിൻവലിച്ച് ഭാസ്കരൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് തൻ്റെ മരുമക്കളും സുനന്ദയും ഒരുമിച്ച് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സുഭാഷേട്ടൻ സുനന്ദയെ കണ്ട് സ്തംഭിച്ച് നിന്നുപോയി. നിധി മെല്ലെ സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. സുധീഷേ, ഹോസ്റ്റലിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം നിർബന്ധമുണ്ട്. സുഭാഷേട്ടൻ്റെയും സുനന്ദയുടെയും വിവാഹം ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ വഴി നോക്കുന്നുള്ളൂ. സുധീഷ് നിധിയുടെ വാക്ക് കേട്ട് അതിശയിച്ചു പോയി. താൻ കെട്ടാൻ കൊണ്ടുവന്ന പെണ്ണ് തൻ്റെ കുടുംബത്തെ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അവൻ അഭിമാനത്തോടെ ഓർത്തു. പക്ഷേ അവിടെയൊന്നും കഥ തീരുന്നില്ല. അരുണും രാജീവനും നിധിയെ തിരികെ കൊണ്ടുപോവാൻ അന്ന് വൈകുന്നേരം തന്നെ സുധീഷിൻ്റെ വീട്ടുമുറ്റത്തേക്ക് കാറുമായി വന്നു നിന്നു. അരുണിൻ്റെ കയ്യിൽ നിധിയുടെ ഒറിജിനൽ ആധാർ കാർഡും സർട്ടിഫിക്കറ്റ്സും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് പോവേണ്ടത് ഹോസ്റ്റലിലേക്കല്ലേ നിധി? ഇതാ നിന്റെ രേഖകൾ, വണ്ടിയിൽ കയറി. അരുണിൻ്റെ ആജ്ഞ കേട്ട് നിധി ഒന്ന് വിറച്ചു. അപ്പോൾ ഭാസ്കരൻ മുന്നിലേക്ക് വന്നു. അവൾ അങ്ങനെ എങ്ങോട്ടേക്കും വരുന്നില്ല. എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും. ഇതെൻ്റെ തീരുമാനം പോലെയാണ്. ഞാൻ തീരുമാനിക്കുന്നത് പോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കും. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഭാസ്കരൻ്റെ ആ ഒരു ഗർജനം കേട്ടപ്പോൾ നിധിക്ക് തോന്നി താൻ തിരഞ്ഞ ഹോസ്റ്റലിനേക്കാൾ സുരക്ഷിതമായ ഇടം ഈ വീട് തന്നെയാണെന്ന്. സുധീഷ് അവളുടെ കൈകൾ മെല്ലെയൊന്ന് തൊട്ടു. അവൾ അത് മാറ്റിയില്ല. ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാവുന്നത് പോലെ തന്നെ അവൾ ആ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു. ഇനി അരുണും രാജീവും എന്ത് പുതിയ ചതിയുമായിട്ടാണ് വീണ്ടും നിധിനെ കാണാൻ വരുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.